KPCC അധ്യക്ഷന് പിന്നാലെ സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ന്യായീകരിച്ച് UDF കൺവീനർ MM ഹസൻ കൂടി രംഗത്ത് വന്നു. ഗവർണറെ കൊടുത്ത ലിസ്റ്റിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗവർണർ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യും, എന്നാൽ CPM മാർക്സിസ്റ്റുകാരെ മാത്രമേ നോമിനേറ്റ് ചെയ്യുന്നുള്ളൂവെന്ന് MM ഹസൻ കുറ്റപ്പെടുത്തി. ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സാധാരണ ഗവൺമെൻറ് കൊടുക്കുന്ന ലിസ്റ്റ് ഗവർണർ നോമിനിയാണ് പതിവ്. ഗവൺമെൻറ് കൊടുക്കുന്ന ലിസ്റ്റ് മുഴുവൻ മാർക്സിസ്റ്റുകാരാ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വെച്ച പ്രതിനിധിയല്ലേ ഗവർണർ. ഗവർണർ ചെയ്തത് വാസ്തവത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൊടുക്കുന്ന ലിസ്റ്റിൽ മാർക്സിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗവർണർക്ക് ഗവർണറുടെ വിവേചനാധികാരം ഉപയോഗിക്കാം. നമുക്കതിനോട് യോജിക്കാതിരിക്കാം. ഗവർണർക്ക് അധികാരമുള്ളതാണ്. സെനറ്റ് മെമ്പർമാരെ സാധാരണ ഗവർണറല്ലേ നിയമിക്കുന്നത്. അത്തരം ഒരു നിയമനമാണ് വൈസ് ചാൻസലറുടെ കാര്യത്തിൽ ഗവർണർ നടത്തേണ്ടിയിരുന്നത്. അദ്ദേഹം എല്ലാവർക്കും കൊടുത്തു. അദ്ദേഹത്തിന് കൊടുക്കാൻ അധികാരമുണ്ട്. അദ്ദേഹം പക്ഷേ CPM-ഉം ഗവൺമെൻറ്റും ഗവർണറും ചെയ്യുന്നതിലൊരു വ്യത്യാസം, ഗവർണർ എല്ലാവരെയും നോമിനേറ്റ് ചെയ്തു. CPM മാർക്സിസ്റ്റുകാരെ മാത്രമേ നോമിനേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിനെ നമുക്കൊരിക്കലും ഗവൺമെൻറ് ചെയ്യുന്നതിനെ ന്യായീകരിക്കാനോ ഗവർണർ ചെയ്യുന്നതിനെ ന്യായീകരിക്കാനോ ഞങ്ങളില്ല. പ്രസ്താവനയിലൂടെ K. സുധാകരൻ പുലിവാലി പിടിച്ചതിന് പിന്നാലെ MM ഹസനും രംഗത്ത് വന്നു. ഇതേ അഭിപ്രായത്തോടെ K. സുധാകരൻ പിന്നീട് കളം മാറി ചവിട്ടി ചുവടുമാറ്റം അദ്ദേഹം നടത്തി. മാത്രമല്ല, ഗവർണർ അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് കേരള സർവകലാശാല സെനറ്റിലേക്കൊക്കെ തന്നെ ഈ സംഘികളെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന കാര്യമല്ല താൻ പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ MM ഹസൻ ഇനി എങ്ങനെ മാറ്റി പറയുമെന്ന് അറിയില്ല. എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം റെക്കോർഡ് ചെയ്ത AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ചേരുന്നു. ജയശങ്കറോട് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ജയശങ്കർ. ഏത് സാഹചര്യത്തിലാണ് UDF കൺവീനറായ MM ഹസൻ ഇത്തരമൊരു പ്രസ്താവന പരസ്യമായി നടത്തിയത്? ഗുഡ് മോർണിംഗ് SKN. നമ്മൾ കഴിഞ്ഞ ദിവസം K. സുധാകരൻ്റെ പ്രസ്താവന വന്നതിന് ശേഷമാണ് ഹസനെ സമീപിക്കുന്നത്. ആവശ്യത്തിൽ കൃത്യമായി അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എടുക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് MM ഹസൻ സുധാകരൻ്റെ അതേ പാതയിൽ ഗവർണറെ പിന്തുണച്ചുകൊണ്ട് മൃദു സമീപനം RSSനെതിരെ സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹം ഒരു തരത്തിലും ഗവർണറുടെ RSS അനുകൂല LDF സർക്കാർ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന CPM ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന RSSനെ എതിർത്തുകൊണ്ടുള്ള, ഇല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് RSSനെയും RSSൻ്റെ സംവിധാനങ്ങളും എതിർക്കുന്ന അത്തരം ഇതിലേക്കൊന്നും കടന്നില്ല. കൃത്യമായി അദ്ദേഹം ഗവർണറുടെ നടപടികളെ ന്യായീകരിക്കുന്ന തരത്തിലാണ് നിന്നത്. കാരണം ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. അദ്ദേഹം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. സർക്കാർ ലിസ്റ്റ് നൽകുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ലിസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഗവർണർ നൽകുന്ന ലിസ്റ്റിൽ എല്ലാവരും ഉണ്ട്. അതിനെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യാമെന്നും ഹസൻ പറയുന്നു. രണ്ടു പക്ഷവും പിടിക്കാനില്ലെന്നും അദ്ദേഹം പറയുമ്പോഴും കേരളത്തിലെ UDF കൺവീനറുടെ സ്റ്റാൻഡ് കൃത്യമായി ഗവർണർക്കൊപ്പമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം K. സുധാകരനും ഇതേ സ്റ്റാൻഡുമായി രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ RSS നോമിനി എന്ന് ഗവർണറെ പറയുമ്പോഴും കേരളത്തിൽ ഗവർണർക്കെതിരെ മൃദു സമീപനമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇത് UDFനുള്ളിൽ വരും മണിക്കൂറുകളിൽ ഏതൊക്കെ തരത്തിൽ ചർച്ചയാകുമെന്ന് പറയാൻ പറ്റില്ല. ലീഗ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ എതിർപ്പുമായി രംഗത്ത് വന്നേക്കാം. ഒപ്പം നവകേരള സദസ്സ് നടക്കുകയാണ്. സർക്കാർ കൃത്യമായി ഗവർണർക്കെതിരെ സ്റ്റാൻഡ് എടുക്കുന്നു. SFI തെരുവിൽ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് ഗവർണർക്കൊപ്പം നിൽക്കുന്നൊരു നിലപാടെടുക്കുന്നത്. തീർച്ചയായും സർക്കാരിനും ഇത് ഹെഡ്ജ് നൽകും. സർക്കാരും ഈ വിഷയത്തിൽ വരും മണിക്കൂറുകളിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കും, ഒപ്പം CPM-ഉം ആക്രമിക്കും. ഇതിനെല്ലാം എങ്ങനെ കോൺഗ്രസ് മറുപടി പറയുമെന്ന് തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിലെ ചോദ്യം. എന്തായാലും കൃത്യമായി കോൺഗ്രസിൻ്റെ മുൻ KPCC അധ്യക്ഷനും UDF കൺവീനറും മുമ്പ് KPCC അധ്യക്ഷനും പറഞ്ഞ സ്റ്റാൻഡ് കൃത്യമായി. താങ്ക് യു AV ജയശങ്കർ. തിരുവനന്തപുരത്താണ് AV ജയശങ്കർ നമുക്കൊപ്പം ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.